എന്താ സ്പെഷ്യൽ സലാഡ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. ജിം അടച്ച് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് തന്നെ വാങ്ങി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇതിനകത്ത് ക്യാപ്സിക്കം ഉണ്ട്, വെള്ളരിക്ക, സലാഡ് വെള്ളരി ഉണ്ട്, തക്കാളി, അങ്ങനെയുള്ള ഒത്തിരി വിഭവങ്ങൾ ഇതിനകത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോന്നോരോന്നിട്ട് എടുത്ത് ചെറുതായിട്ട് അരിയുക. ഇതിനകത്ത് ഇപ്പം സവാളയാണ് ഫസ്റ്റ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. രണ്ടാമത് ക്യാരറ്റ്, കണക്ക് അതിൻ്റെ ഒരു പങ്കല കണക്കുള്ള പുറം തൊലി എടുത്ത് ചുരണ്ടി കളയുക. എന്നിട്ട് അത് ഇതുപോലെ മുരുമുര അരിഞ്ഞെടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. സലാഡ് വെള്ളരി ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിനകത്തിടുക. തക്കാളി തക്കാളി വളരെ നല്ലൊരു ഐറ്റമാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കാം. ഇത് വളരെ നല്ലൊരു സംഭവം. നമുക്ക് ഒരുപാട് ഫാറ്റി ബോഡിയുള്ള ആൾക്കാരാണെങ്കിൽ ഫാറ്റ് കുറയ്ക്കാനും മറ്റുമൊക്കെ നമുക്ക് ഇതിനകത്ത് സഹായമാണ്. പിന്നെ ഇതിനകത്ത് ഒരു 3 മുട്ട ഞാൻ ഡെയിലി ഇതിനകത്ത് ചേർക്കും. കാരണം എനിക്ക് ടോട്ടൽ ഫാറ്റ് വളരെ കുറവാണ്, 114 ഒക്കെ ഉള്ളു. അതുകൊണ്ട് ഞാൻ റോ ആയിട്ട് തന്നെ ചേർക്കുന്നത്. അപ്പം ഇതാരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ ഫാറ്റിന്റെ അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് മാത്രം ചേർക്കാം. പിന്നെ ക്യാപ്സിക്കം വൈറ്റമിൻ സി ആണെങ്കിൽ നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട്, ഡെയിലി ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ലൊരു സലാഡ് കോമ്പിനേഷൻ ആണത്. വെജിറ്റബിളിന് അത്യാവശ്യം വേണ്ട ഒരു പിഞ്ച് ഉപ്പ് കരണ്ടിയിൽ എടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ നുള്ളിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു സവാള വരും, പിന്നെ ഒരു തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബർ, 3 മുട്ടയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് ഗ്യാസിൽ വെച്ചൊരു പാൻ എടുക്കുക. ഈ പാന് നന്നായിട്ട് ഉണങ്ങുന്ന രീതിയിൽ, വെള്ളം ഉണങ്ങുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ചട്ടിയിൽ പാനിൽ നല്ല പറ്റിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരുന്ന ആ സലാഡ് മിക്സ് ഇതിനകത്തിട്ട് ഒന്ന്, അതായത് തീയിൽ വെച്ചിരിക്കാതെ ആ പാൻ ഒന്ന് കയ്യിലിട്ട് പൊക്കി നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ അടിയിലായി പോകും. അപ്പം നമ്മൾ നല്ല ടൈറ്റായിട്ട് പൊട്ടിയെങ്കിൽ നടുക്കുന്ന് കുറച്ചിങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് മൊത്തത്തിൽ ഫില്ലാവും. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഇതെല്ലാം 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിനുശേഷം എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലിട്ടില് കറക്റ്റായിട്ട് എടുത്തിരിക്കാൻ പറ്റും. നമ്മളെ സലാഡ് സെറ്റ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സലാഡ് എന്ന് പറയുന്നത്.